നമസ്കാരം. മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണം നടന്നിട്ടുണ്ട്. നിങ്ങൾ ഒരു അന്വേഷണാത്മക പത്രപ്രവർത്തകരെ നിലയിൽ ഈ കേരളത്തിൽ നടന്നിട്ടുള്ള നിക്ഷേപക സംഗമങ്ങളെ ആകെ ഒന്ന് പരിശോധിച്ച് അവിടെ ഒപ്പിട്ട എത്ര എണ്ണം കേരളത്തിൽ നടപ്പിലായി നിങ്ങൾ റിപ്പോർട്ട് തയ്യാറാക്കുക. എത്ര എണ്ണം നടപ്പിലായിട്ടുണ്ട് കേരളത്തിൽ? ചോദ്യം ചില മാറ്റമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. വ്യവസായ നയത്തിൽ കേരളത്തിന്റെ താല്പര്യവുമായി ചേരുന്ന കാര്യം വയ്ക്കൂ. ഓരോരുത്തർക്കും ഓരോ പ്രോജക്റ്റ് വയ്ക്കാം, അവരുമായിട്ട് MOU ഒക്കെ വയ്ക്കും. പക്ഷെ പ്രയോഗത്തിൽ വരുന്നത് നമ്മുടെ നയത്തിന് അനുരോധമായത് മാത്രമേ ഉള്ളൂ. ഇത്രേ ഞാൻ പറയാൻ അർത്ഥമുള്ളൂ. അല്ല, അതില് അവിടെ ട്രോളിംഗ് ബോട്ട് തന്നെ അല്ല അനുമതി കൊടുത്തത്, പ്രോസസ്സിംഗ് സെന്ററിനാണ്. പ്രോസസ്സിംഗ് സെൻറ്റർ കേരളത്തിൽ 5800-900 കോടിയുടെ വിദേശ നാണ്യം നേടിത്തരുന്ന വ്യവസായമാണ് മത്സ്യ വ്യവസായം. ഒരുപാട് പ്രോസസ്സിംഗ് സെൻറ്റർ കേരളത്തിലുണ്ട്. ആ പ്രോസസ്സിംഗ് സെൻറ്ററിന് ആരും അനുമതി നിഷേധിക്കുന്നില്ല, സുതാര്യമാണത്. കിൻഫ്ര തന്നെ ഒരുപാട് നിങ്ങൾ പള്ളിപ്പുറത്തുനിന്ന് പോയി നോക്കുക എത്ര പ്രോസസ്സിംഗ് സെൻറ്റർ അവിടെ ഉണ്ടെന്ന്. അതിനാരും തടസ്സമില്ല. അത് വ്യവസായ നയമാണ്, ഇത് മത്സ്യനയമാണ്. അവിടെ ട്രോളിംഗ് ബോട്ട് തന്നെ അല്ല അനുമതി കൊടുത്തത്, പ്രോസസ്സിംഗ് സെൻറ്ററിനാണ്. പ്രോസസ്സിംഗ് സെൻറ്റർ കേരളത്തിൽ 5800-900 കോടിയുടെ വിദേശ നാണ്യം നേടിത്തരുന്ന വ്യവസായമാണ് മത്സ്യ വ്യവസായം. ഒരുപാട് പ്രോസസ്സിംഗ് സെൻറ്റർ കേരളത്തിലുണ്ട്. ആ പ്രോസസ്സിംഗ് സെൻറ്ററിന് ആരും അനുമതി നിഷേധിക്കുന്നില്ല, സുതാര്യമാണത്. കിൻഫ്ര തന്നെ ഒരുപാട് നിങ്ങൾ പള്ളിപ്പുറത്തുനിന്ന് പോയി നോക്കുക എത്ര പ്രോസസ്സിംഗ് സെൻറ്റർ അവിടെ ഉണ്ടെന്ന്. അതിനാരും തടസ്സമില്ല. അത് വ്യവസായ നയമാണ്, ഇത് മത്സ്യനയമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ നയത്തിന് വിരുദ്ധമായി ഒന്നും കേരളത്തിൽ നടപ്പിലാകില്ല എന്ന്. വ്യവസായ നയത്തിൻ്റെ ഭാഗമായി പ്രോസസ്സിംഗ് സെൻറ്റർ കൊടുക്കാം, വേറെ കാര്യം, ഇതൊന്നും എനിക്ക് തർക്കമില്ല. മത്സ്യനയത്തിൻ്റെ ഭാഗമായി ഡീപ് സീ ട്രോളറുകൾ കേരളത്തിൻ്റെ തീരത്ത് പുറത്തുനിന്ന് ഒരാൾക്ക് വന്ന് ഇറക്കാൻ പറ്റില്ലെന്നേ ഞാൻ പറഞ്ഞതിനർത്ഥമുള്ളൂ. പറഞ്ഞോട്ടെ. അവരങ്ങനെ നിരുത്തരവാദി പറഞ്ഞാൽ കേരളത്തിൽ നടപ്പാവില്ലല്ലോ. ആർക്കെങ്കിലും എന്തെങ്കിലും എഴുതുന്നതിനനുസരിച്ച് കേരളത്തിൽ നടപ്പിലാകും? ഇല്ലില്ല. ഞാൻ ആവർത്തിച്ച് പറഞ്ഞു, ആ മലയാളികളെ കണ്ടിട്ടുണ്ട്, അവരെ ഇങ്ങനെ നിന്നൊക്കെ വർത്താനൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. ഇങ്ങനെ ഒരു കാര്യം അജണ്ട വെച്ച് ചർച്ച ചെയ്ത ഇല്ലില്ല. EMCC പേര് തന്നെ കേൾക്കുന്ന കേരളത്തിൽ വന്നിട്ടാണ്. അവർ കണ്ടു കാണുവിനെ ഞാൻ പിന്നെ കൂട്ടിട്ടുണ്ട് കിടക്കായിരുന്നു അവിടെ. അവർക്ക് എന്നെ കണ്ടുകൂടെ അവിടെ ചെന്നാൽ? കണ്ടു എന്ന് പറയുന്നതിന് എന്താ അബദ്ധം? ചർച്ച ചെയ്തില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. അമേരിക്കയിൽ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടന്നിട്ടില്ല. അവർ പറയുന്നു എന്നെ കണ്ടു. ഞാൻ അവിടെ എന്താ പരസ്യമായിട്ടല്ലേ നടക്കുന്നത്? അതിന് വേറൊരു തരത്തിലൊരു നടപ്പല്ലല്ലോ അവിടെ നടന്നത്. അവരെന്നെ കണ്ടു എന്ന് പറയുന്നതിൽ എന്താ കുറവ്? ഞാൻ ബന്ധപ്പെട്ടല്ലെന്നല്ല പറഞ്ഞത്. പ്രോസസ്സിംഗ് സെൻറ്റർ അനുവദിക്കുന്നതിൽ ഫിഷറീസ് വകുപ്പിന് വിയോജിപ്പില്ലെന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് വ്യവസായ നയത്തിൻ്റെ ഭാഗമായി വ്യവസായ സംരംഭകരെ സഹായിക്കുന്ന നയമാണ് കേരള ഗവൺമെൻറ് വ്യവസായ നയം. നയത്തിന് അനുരോധമായ കാര്യങ്ങൾ വ്യവസായ വകുപ്പ് ചെയ്യും. ഫിഷറീസ് നയവുമായി ബന്ധപ്പെട്ടതാണ് ഡീപ് സീ ട്രോളറും മറ്റുമല്ല. അത് ഫിഷറീസ് വകുപ്പ് കൃത്യമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി നൽകുകയായിരുന്നു മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ. ചെന്നിത്തലയുടെ ആരോപണം അസംബന്ധമാണ്. കമ്പനികൾക്ക് വേണ്ടി മത്സ്യനയത്തിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. അമേരിക്കയിൽ വെച്ച് ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്നും ജെ മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞു. EMCC കമ്പനി ഉടമകളുമായി മന്ത്രി ചർച്ച നടത്തുന്നതിന്റെ ചിത്രങ്ങൾ പുറത്തുവിട്ട പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ന്യൂയോർക്കിൽ വെച്ച് മന്ത്രി കമ്പനി പ്രതിനിധികളുമായി സംസാരിച്ചുവെന്ന് ആവർത്തിച്ച് ചെന്നിത്തല. കമ്പനി ഉടമ ഷിജു വർഗീസ് മേഴ്സിക്കുട്ടിയമ്മയുമായി ചർച്ച നടത്തിയെന്നും ചെന്നിത്തല. മന്ത്രി ക്ഷണിച്ചിട്ടാണ് EMCC പ്രതിനിധികൾ ചർച്ചയ്ക്കായി വന്നത്.
ഫിഷറീസ് വകുപ്പ് ജോയിന്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തുവെന്നും പ്രതിപക്ഷ നേതാവ്. ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന മന്ത്രിമാരുടെ വാദം കബളിപ്പിക്കാൻ മന്ത്രിയുമായി ചർച്ച നടത്തിയെന്ന കൺസെപ്റ്റ് നോട്ടിലുണ്ട്. മന്ത്രി ഉരുണ്ടുകളിക്കുന്നുവെന്നും ആക്ഷേപം. പദ്ധതിക്ക് അനുമതികൾ ലഭിച്ചത് ശരവേഗത്തിലെന്നും പ്രതിപക്ഷ നേതാവ്. മുഖ്യമന്ത്രി അറിയാതെയാണോ കാര്യങ്ങൾ നടന്നതെന്നും ചോദ്യം. ആരോപണം ചെന്നെത്തുന്നത് മുഖ്യമന്ത്രിയിലേക്കുമാണ്. മന്ത്രി ഇ പി ജയരാജനും എല്ലാം അറിയാമെന്നും ചെന്നിത്തല. സർക്കാരിനോട് ചോദ്യങ്ങൾ ഉന്നയിച്ച പ്രതിപക്ഷ നേതാവ്. 2018 അമേരിക്കയിൽ ചർച്ച നടത്തിയോ എന്ന് സർക്കാർ വ്യക്തമാക്കണം. 2019 മത്സ്യനയത്തിലെ മാറ്റങ്ങൾ യാദൃശ്ചികമാണോ എന്നും ചോദ്യം. അമേരിക്കൻ കമ്പനിയായ EMCC അപേക്ഷ സമർപ്പിച്ചത് ഭക്ഷ്യ സംസ്കരണ യൂണിറ്റ് തുടങ്ങാൻ. അപേക്ഷ അനുസരിച്ച് ആലപ്പുഴ പള്ളിപ്പുറത്ത് 4 ഏക്കർ സ്ഥലം അനുവദിച്ചു. കഴിഞ്ഞ നവംബർ 3-നാണ് അപേക്ഷ സമർപ്പിച്ചതെന്നും രേഖകൾ. EMCCയുടെ അപേക്ഷയുടെ കോപ്പി ന്യൂസ് 18. ആഴക്കടൽ മത്സ്യബന്ധനത്തെക്കുറിച്ചുള്ള ആരോപണം ബ്ലാക്ക്മെയിൽ പൊളിറ്റിക്സ് ആണെന്ന് വ്യവസായ മന്ത്രി ഇ പി ജയരാജൻ. EMCC എന്ന കമ്പനിയെക്കുറിച്ച് സമഗ്ര അന്വേഷണം വേണം. ഒരു വിധത്തിലുള്ള ധാരണാപത്രവും സർക്കാർ ഒപ്പുവച്ചിട്ടില്ല എന്നും മന്ത്രി. ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് EMCC സമർപ്പിച്ച പ്രൊജക്ടിലെ വിവരങ്ങൾ മാത്രമാണെന്നും മന്ത്രി ഇ പി ജയരാജൻ. ആരോപണം സർക്കാരിനെതിരായ ഗൂഢാലോചനയാണ്. സമഗ്ര അന്വേഷണം വേണമെന്നും ആവശ്യം. സർക്കാർ ആരുമായും ആഴക്കടൽ മത്സ്യബന്ധന കരാർ ഉണ്ടാക്കിയിട്ടില്ല എന്ന എ വിജയരാഘവൻ. അത് മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നും CPM സംസ്ഥാന സെക്രട്ടറി. ആഴക്കടൽ മത്സ്യബന്ധന കരാർ ആരോപണത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ PK കുഞ്ഞാലിക്കുട്ടി. മുഖ്യമന്ത്രി അറിയാതെ കരാർ നീക്കം നടക്കില്ല. മന്ത്രിക്ക് മാത്രമായി തീരുമാനമെടുക്കാനാകില്ല. പദ്ധതി കൈയോടെ പിടിച്ചപ്പോൾ ഒഴിഞ്ഞുമാറുന്നുവെന്നും കുഞ്ഞാലിക്കുട്ടി. ആഴക്കടൽ മത്സ്യബന്ധന കരാറുമായി ബന്ധപ്പെട്ട വിവാദത്തിന് പ്രസക്തിയില്ല എന്ന EMCC. മന്ത്രിയെ കണ്ട് ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുക മാത്രമാണ് ചെയ്തത്. കരാറിന് സർക്കാർ അനുമതി നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആരോപണങ്ങൾക്കും വിവാദങ്ങൾക്കും പ്രസക്തിയില്ല എന്നും EMCC ഇന്ത്യ പ്രസിഡന്റ് ഷിജു വർഗീസ് ന്യൂസ് 18നോട്. വിവാദങ്ങൾ തെറ്റിദ്ധാരണാജനകമെന്ന ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ. EMCCയുമായുള്ള കരാർ ട്രോളർ നിർമ്മാണത്തിന് മാത്രം. KSINC മത്സ്യബന്ധന കമ്പനി അല്ല എന്നും വിശദീകരണം. നിർമ്മിച്ചു നൽകുന്ന ജലയാനങ്ങൾ നീറ്റിലിറക്കുന്നവർ നിലവിലുള്ള നിയമപരമായ എല്ലാവിധ ലൈസൻസുകളും സർക്കാർ അനുമതികളും നേടേണ്ടതുണ്ടെന്ന് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ. EMCC ഇതുവരെ വർക്ക് ഓർഡർ പ്രകാരം അഡ്വാൻസ് തുക ഒടുക്കുകയോ യാനങ്ങളുടെ വിശദമായ രൂപരേഖ സമർപ്പിക്കുകയോ ചെയ്തിട്ടില്ല എന്നും വിശദീകരണം. കൊല്ലത്ത് മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയുടെ കോലം കത്തിച്ചു. കൊല്ലത്ത് മേഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരെ KSU പ്രതിഷേധം. മന്ത്രി പങ്കെടുത്ത പൊതുയോഗ സ്ഥലത്തേക്ക് മാർച്ച് നടത്തി പ്രവർത്തകർ. 100 മീറ്റർ അകലെ പോലീസ് തടഞ്ഞതിനെ തുടർന്ന് നേരിയ സംഘർഷം. റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. മന്ത്രിക്കെതിരെ ഒരു വിഭാഗം മത്സ്യത്തൊഴിലാളികളും പ്രതിഷേധവുമായി രംഗത്ത്. പ്രതിഷേധം QSS കോളനിയിലെ വീടുകളുടെ നിർമ്മാണോദ്ഘാടനത്തിനെത്തിയപ്പോൾ കോളനിയിലെ മുഴുവൻ മത്സ്യത്തൊഴിലാളികൾക്കും വീട് നൽകണമെന്ന് ആവശ്യം. ആഴക്കടൽ മത്സ്യബന്ധനത്തിന് അമേരിക്കൻ കമ്പനിക്ക് അനുമതി നൽകിയ ഇടപാടിൽ സർക്കാരിനെതിരായ പ്രതിഷേധം കടുപ്പിച്ച് പ്രതിപക്ഷം. മന്ത്രിയുടെ വിശദീകരണം തൃപ്തികരമല്ല എന്ന് പ്രതികരണം. ഭരണപക്ഷത്തിന് കൃത്യമായ വിശദീകരണം നൽകേണ്ടിവരും. അമേരിക്കൻ യാത്രയിൽ ഔദ്യോഗിക സംഘത്തിനൊപ്പം മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയുടെ ഭർത്താവും പോയിരുന്നുവെന്ന് വിവരാവകാശ രേഖകൾ. അദ്ദേഹത്തിന്റെ യാത്രാ ചെലവ് വഹിച്ചത് സർക്കാരല്ല. സന്ദർശനം യുണൈറ്റഡ് നേഷൻസ് അക്കാദമിക് ഇംപാക്ടിന്റെ ക്ഷണപ്രകാരം. അമേരിക്കൻ കമ്പനിയായ EMCCയുമായുള്ള മത്സ്യബന്ധന മേഖലയിലെ കരാറിനെതിരെ മത്സ്യത്തൊഴിലാളി സംഘടനകൾ. സമരപരിപാടികൾ തീരുമാനിക്കാൻ വിവിധ സംഘടനകളുടെ യോഗം കൊച്ചിയിൽ. കരാർ റദ്ദാക്കുന്നതുവരെ സമരം തുടരും. കരാറിനെക്കുറിച്ച് അറിയില്ല എന്ന മന്ത്രി J മേഴ്സിക്കുട്ടിയമ്മയുടെ പ്രസ്താവന മുഖവിലക്കെടുക്കാനാവില്ല എന്ന തൊഴിലാളികൾ. മത്സ്യബന്ധന മേഖലയിലും മത്സ്യത്തൊഴിലാളികൾക്കും പ്രതിസന്ധി ഉണ്ടാകുന്നത് ആണ് കരാറെന്ന തൊഴിലാളി സംഘടനകൾ. കരാർ പുതിയ മത്സ്യബന്ധന യാനങ്ങൾ അനുവദിക്കേണ്ടതില്ല എന്ന പ്രഖ്യാപിത നയങ്ങൾ അട്ടിമറിച്ചുകൊണ്ടുള്ളതാണ്. 25 വർഷത്തേക്ക് കമ്പനിക്ക് പൂർണ്ണമായും അധികാരം നൽകുന്ന രീതിയിലുള്ളതാണ് കരാർ. പുതിയ തീരുമാനത്തിലൂടെ കേരളത്തിന്റെ കടൽ തീരം കൊള്ളയടിക്കപ്പെടുമെന്നും വിലയിരുത്തൽ. EMCC എന്ന കമ്പനിയെ സംബന്ധിച്ച് ദുരൂഹതകൾ നിലനിൽക്കുകയാണെന്നും മത്സ്യത്തൊഴിലാളി സംഘടനകൾ. കരാറിന്റെ പൂർണ്ണ വിവരങ്ങളും പുറത്തുവിടുന്നില്ല. ഇക്കാര്യത്തിൽ സർക്കാർ ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയാണെന്നും ആരോപണം.
സമരം നടത്തുന്ന CPO ലാസ്റ്റ് ഗ്രേഡ് ഉദ്യോഗാർത്ഥികളുമായി സർക്കാർ ചർച്ചയ്ക്ക് 4:30 ഉദ്യോഗസ്ഥ തലത്തിലാണ് ചർച്ച നടത്തുക. ആഭ്യന്തര സെക്രട്ടറി TK ജോസും ADGP മനോജ് എബ്രഹാമും ചർച്ചയിൽ പങ്കെടുക്കും. ഇരു റാങ്ക് പട്ടികയിലുമുള്ള 3 പേർ വീതം പങ്കെടുക്കണമെന്ന് ആവശ്യം. ചർച്ചയ്ക്കുള്ള കത്തുമായി സർക്കാർ ഉദ്യോഗസ്ഥർ എത്തിയെന്ന സമര നേതാവ് ലയ രാജേഷ്. കത്ത് തന്റെ പേരിലായിരുന്നില്ല, അതിനാൽ ഉള്ളടക്കം അറിയില്ല എന്നും ലയ. നിയമന സമരം അവസാനിപ്പിക്കുവാൻ CPM ഇടപെട്ടെന്ന വാർത്തയ്ക്ക് ഉത്തരം പറയേണ്ടത് വാർത്ത കൊടുത്തവർ തന്നെയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി A. വിജയരാഘവൻ. അസാധ്യമായ കാര്യത്തിനാണ് സമരം. തെരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയം ഉയർത്തിക്കൊണ്ടുവരാനുള്ള നീക്കം പരാജയപ്പെട്ടതോടെയാണ് UDF PSC സമരം ഏറ്റെടുത്തതെന്നും A. വിജയരാഘവൻ. സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുമായി ചർച്ച നടത്താനുള്ള തുറന്ന മനസ്സ് സർക്കാരിനുണ്ടെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. സമരക്കാർ പ്രതിപക്ഷത്തിന്റെ വലയിൽ വീഴാതിരുന്നാൽ മതി. സമരം നടത്തി രക്തസാക്ഷികളെ സൃഷ്ടിക്കാനാണ് പ്രതിപക്ഷ ശ്രമമെന്നും കോടിയേരി. സമരം നടത്തുന്ന ഉദ്യോഗാർത്ഥികളുമായി ചർച്ച വേണമെന്ന പാർട്ടിയുടെ നിർദ്ദേശത്തിന് മുഖ്യമന്ത്രി വഴങ്ങില്ല എന്നാണ് മനസ്സിലാക്കുന്നതെന്ന് ഉമ്മൻചാണ്ടി. ഉദ്യോഗസ്ഥ തലത്തിലാണ് ചർച്ചയെങ്കിൽ അത് പ്രഹസനമാകും. നിരാഹാര സമരം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുവെങ്കിലും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ തയ്യാറാകുന്നില്ല എന്നും ഉമ്മൻചാണ്ടി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് നിരാഹാര സമരം തുടരുന്നു. എത്രയും വേഗം സർക്കാർ ഉദ്യോഗാർത്ഥികളുമായി ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് ഷാഫി പറമ്പിൽ MLA. പ്രതിഷേധത്തിന്റെ ഭാഗമായി പ്രഹസന പരീക്ഷ എഴുതി പ്രവർത്തകർ. ഉദ്യോഗാർത്ഥികളുടെ സമരത്തിന് മുന്നിൽ സർക്കാരിന് കീഴടങ്ങേണ്ടി വരുന്നുവെന്ന് PK കുഞ്ഞാലിക്കുട്ടി. കീഴടങ്ങിയില്ലെങ്കിൽ മുട്ടിലിഴയേണ്ടി വരുമെന്ന് പരിഹാസം. പിൻവാതിൽ നിയമനത്തിനെതിരെ പത്തനംതിട്ടയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. പ്രവർത്തകർ ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തുടർന്ന് റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ച പ്രവർത്തകർ സ്വയം പിരിഞ്ഞുപോയി. CPO റാങ്ക് ഹോൾഡേഴ്സ് സമരം തുടരുമ്പോഴും നിയമനം വൈകാനിടയാക്കിയ PSC പരീക്ഷ തട്ടിപ്പ് കേസ് എങ്ങും എത്തിയില്ല. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ SFI നേതാക്കൾ പ്രതികളായ കേസിൽ 1.5 വർഷമായിട്ടും കുറ്റപത്രം സമർപ്പിക്കാതെ അന്വേഷണ സംഘം. CPO റാങ്ക് ലിസ്റ്റിൽ യഥാക്രമം 1, 2, 28 റാങ്കുകൾ നേടിയത് SFI നേതാക്കളായ ശിവരഞ്ജിത്ത്, പ്രണവ്, നസീം എന്നിവർ. തട്ടിപ്പിനായി പ്രതികൾ ഉപയോഗിച്ച ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ഫോറൻസിക് പരിശോധനാ ഫലം വരാത്തതാണ് കുറ്റപത്രം വൈകാൻ കാരണമെന്ന് വിശദീകരണം. നിലവിൽ അന്വേഷണം നടത്തുന്നത് തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് യൂണിറ്റ്. പ്രതികളെല്ലാം പിടിയിലായെങ്കിലും എല്ലാവരും ഇപ്പോൾ പുറത്ത്. സ്ത്രീകളോട് വിവേചനം കാണിക്കണമെന്ന് ഒരു ദൈവവും പറയുമെന്ന് കരുതുന്നില്ല എന്ന് മന്ത്രി M. M. മണി. സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ള വിഷയത്തിൽ നിയമം കൊണ്ടുവരണമെന്ന് പറയുന്ന UDF ജനങ്ങളെ പറ്റിക്കുകയാണ്. ശബരിമലയിലെ കോടതി വിധി വന്നാൽ നടപ്പാക്കുന്നതിന് എല്ലാവരുമായി ചർച്ച നടത്തുമെന്നും ന്യൂസ് 18 കേരളം എഡിറ്റർ പ്രദീപ് പിള്ളയ്ക്ക് അനുവദിച്ച അഭിമുഖത്തിൽ മന്ത്രി. വൈരുദ്ധ്യാത്മക ഭൗതികവാദം അപ്രായോഗികമാണെന്ന് ഗോവിന്ദൻ മാസ്റ്റർ പറയുമെന്ന് കരുതുന്നില്ല എന്ന് മന്ത്രി M. M. മണി. വൈരുദ്ധ്യാത്മക ഭൗതികവാദം ഇപ്പോഴും എപ്പോഴും ബാധകമാണ്. പാർട്ടിയുടെ ബന്ധുജനങ്ങളിൽ കൂടുതലും വിശ്വാസികളാണ്. അവർ വിശ്വാസികളാണോ അല്ലയോ എന്നത് പാർട്ടിയുടെ പ്രശ്നമല്ല എന്നും M. M. മണി. ജോസഫ് വിഭാഗത്തേക്കാൾ ശക്തി ജോസ് കെ മാണിയുടെ പാർട്ടിക്കാണെന്ന് മന്ത്രി M. M. മണി. ഇടുക്കിയിലും കോട്ടയത്തും അവർക്ക് സ്വാധീനമുണ്ട്. ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത് ആവർത്തിക്കുമെന്നും മന്ത്രി. ശ്രീറാം വെങ്കിട്ടരാമനെതിരായ നിലപാടിൽ മാറ്റമില്ല എന്ന് മന്ത്രി M. M. മണി. KM ബഷീറിനെ വാഹനം ഇടിച്ചു കൊന്ന കേസിൽ രക്ഷപ്പെടാനുള്ളതെല്ലാം ശ്രീറാം ചെയ്തിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. ഇതിന് ഡോക്ടർമാരും ഉന്നത ഉദ്യോഗസ്ഥരും കൂട്ടുനിന്നിട്ടുണ്ടെന്നും മന്ത്രി. KSRTCക്ക് 2 ഗഡു DA അടിയന്തരമായി അനുവദിക്കുമെന്ന് ധനമന്ത്രി തോമസ് ഐസക്. KSRTCയെ സർക്കാർ സംരക്ഷിക്കും. KSRTC തൊഴിലാളികൾക്ക് നൽകാനുള്ള കുടിശ്ശിക തീർക്കുമെന്നും മന്ത്രി. ശമ്പള പരിഷ്കരണ നടപടികൾ ദ്രുതഗതിയിലാക്കുമെന്നും ധനമന്ത്രി. 2ാം പുനഃസംഘടനാ പാക്കേജ് നടപ്പാക്കാൻ എല്ലാവരും സഹകരിക്കണം. മറ്റ് ആശങ്കകൾക്ക് വകയില്ല എന്നും തോമസ് ഐസക്. രാമക്ഷേത്ര നിർമ്മാണത്തിന് സംഭാവന നൽകിയ NSS 7 ലക്ഷം രൂപ ക്ഷേത്ര നിർമ്മാണത്തിനായി നൽകിയെന്ന് ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. വിശ്വാസ സംരക്ഷണത്തിന്റെ ഭാഗമായാണ് പണം നൽകുന്നത്. ധനസഹായം ആരും ആവശ്യപ്പെട്ടിട്ടില്ല. ട്രസ്റ്റിന് ഓൺലൈൻ വഴി കൈമാറിയെന്നും സുകുമാരൻ നായർ. കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുക എന്നതാണ് ഫെഡറലിസത്തിന്റെ അടിസ്ഥാന ശിലയെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡിനെ പ്രതിരോധിക്കാൻ സംസ്ഥാനങ്ങൾ കൈകോർത്ത് പ്രവർത്തിച്ചത് ലോകത്തിന് തന്നെ മാതൃകയാണ്. കോവിഡിനെതിരായ പോരാട്ടത്തിൽ രാജ്യത്തിന് വിജയിക്കാനായത് പരസ്പര സഹകരണം കൊണ്ടാണെന്നും നീതി ആയോഗ് യോഗത്തിൽ പ്രധാനമന്ത്രി.
രാജ്യത്ത് ഇന്ധനവിലയിൽ തുടർച്ചയായ 13ാം ദിവസവും വർധന. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 39 പൈസ വീതം കൂട്ടി. ഈ മാസം ഡീസലിന് കൂട്ടിയത് 4 രൂപ 65 പൈസ. പെട്രോൾ വിലയിൽ വർധന 4 രൂപ 22 പൈസ. തിരുവനന്തപുരത്ത് ഡീസൽ വില 87 രൂപ കടന്നു. പെട്രോളിന് 92 രൂപ 46 പൈസയാണ് നിരക്ക്. കൊച്ചിയിൽ ഡീസൽ വില 85 രൂപ 40 പൈസയും പെട്രോൾ വില 90 രൂപ 74 പൈസയും. പ്രധാനമന്ത്രി സൂര്യനമസ്കാരം ചെയ്യുമ്പോൾ പെട്രോൾ വില 100 രൂപ ആക്കണേ എന്നാണ് പ്രാർത്ഥിക്കുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി A. വിജയരാഘവൻ. ന്യൂനപക്ഷ വിരുദ്ധ നിലപാടാണ് കേന്ദ്രം സ്വീകരിക്കുന്നത്. പൌരത്വം രണ്ടാമതും തെളിയിക്കാനാണ് കേന്ദ്രം ശ്രമിക്കുന്നതെന്നും ആരോപണം. പുതുച്ചേരിയിൽ V. നാരായണസ്വാമി സർക്കാർ മറ്റന്നാൾ വിശ്വാസ വോട്ട് തേടും. തിങ്കളാഴ്ച വൈകിട്ട് 5 മണിക്ക് വിശ്വാസ വോട്ടെടുപ്പ് നടത്തും. ഭരണകക്ഷിയായ കോൺഗ്രസിന്റെ 4 MLA-മാർ രാജിവെച്ചതിനെ തുടർന്ന് സർക്കാരിന്റെ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട സാഹചര്യത്തിലാണ് വിശ്വാസ വോട്ടെടുപ്പ്. പുതുച്ചേരിയിൽ 33-അംഗ സഭയിൽ 14 പേർ ഭരണപക്ഷത്തും 14 പേർ പ്രതിപക്ഷത്തും. വിശ്വാസ വോട്ട് നടക്കുന്നത് V. നാരായണസ്വാമി സർക്കാർ കാലാവധി പൂർത്തിയാക്കാൻ 1 മാസം മാത്രം ശേഷിക്കും. കൃഷി നിയമങ്ങൾക്കെതിരെ ഡൽഹി അതിർത്തികളിൽ തുടരുന്ന കർഷക സമരം 87ാം ദിവസം. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഹാപഞ്ചായത്തുകൾ തുടരുന്നു. ഉത്തർപ്രദേശിലെ മുസഫർ നഗറിൽ കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ മഹാപഞ്ചായത്ത്. താങ്ങുവിലയിൽ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളുമായി ആശയവിനിമയം നടത്തി നിയമം കൊണ്ടുവരണമെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ. പഞ്ചാബ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP-ക്കേറ്റ തിരിച്ചടി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ആവർത്തിക്കുമെന്നും കിസാൻ സഭ ദേശീയ അധ്യക്ഷൻ അശോക് ധവാലെ. MP-മാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്തുണ്ടാകില്ല എന്ന K. മുരളീധരൻ. താനും മത്സരിക്കില്ല. സെലിബ്രിറ്റികൾ മത്സരിക്കണമോ എന്ന കാര്യത്തിൽ ഹൈക്കമാൻഡാണ് തീരുമാനമെടുക്കേണ്ടത്. രമേശ് ചെന്നിത്തലയുടെ ജാഥ അവസാനിച്ചാലേ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കൂവെന്നും മുരളീധരൻ. വയനാട് DCC നേതൃത്വത്തിനെതിരെ പോസ്റ്ററുകൾ. കൽപ്പറ്റയിലെ DCC ഓഫീസിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററുകളിൽ DCC പിരിച്ചുവിടണമെന്ന ആവശ്യം. സ്ഥാനാർത്ഥിയെ ഇറക്കുമതി ചെയ്യുന്നത് നിർത്തണമെന്നും പോസ്റ്ററുകളിൽ. സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇത്തവണ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള വീതം വെപ്പ് ഉണ്ടാകില്ല എന്ന് VT ബൽറാം MLA. വിജയസാധ്യത കണക്കിലെടുത്ത് സ്ഥാനാർത്ഥികളെ നിർത്തിയില്ല എങ്കിൽ UDF-ന് അധികാരത്തിലേക്ക് തിരിച്ചുവരാൻ കഴിയില്ല. ഇറക്കുമതി സ്ഥാനാർത്ഥികളെ അനുവദിക്കില്ല എന്ന നിലപാടുകൾ ഒന്നും പ്രായോഗികമല്ല എന്നും VT ബൽറാം ന്യൂസ് 18നോട്. തെരഞ്ഞെടുപ്പ് വിജയത്തിനായി CPM വർഗീയ ചേരിതിരിവുണ്ടാക്കുകയാണെന്നും VT ബൽറാം. അതിന്റെ ഭാഗമാണ് A. വിജയരാഘവൻ ഉൾപ്പെടെയുള്ളവരുടെ പ്രസ്താവനയെന്നും ആരോപണം. A. വിജയരാഘവന്റെ ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനകൾ അബദ്ധമല്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി. മനസ്സിലിരിപ്പാണ് പുറത്തുവരുന്നത്. പുറത്തുവന്നത് വിജയരാഘവന്റെ ന്യൂനപക്ഷ വിരുദ്ധ മനോനില. CPM-നും BJP-ക്കും ഒരേ സ്വരമാണെന്നും കുഞ്ഞാലിക്കുട്ടി ന്യൂസ് 18നോട്. ക്രിസ്തീയ വിഭാഗങ്ങളുമായി UDF-ന് ഉണ്ടായിരുന്ന ചെറിയ പ്രശ്നങ്ങൾ ആശയവിനിമയത്തിലൂടെ പരിഹരിച്ചുവെന്നും മുസ്ലിം ലീഗ് നേതാവ്. UDF-ലെ സീറ്റ് വിഭജനം 25-നുള്ളിൽ പൂർത്തിയാക്കും. ഇടതു സർക്കാരിന് തുടർഭരണമുണ്ടാകുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ഇടതു പ്രവർത്തകർ ജാഗ്രത പാലിച്ചാൽ തുടർഭരണം ഉണ്ടാകും. ഉദാസീനത പാടില്ല എന്നും കോടിയേരി. ക്കെതിരെ കേരളം മികച്ച നിലയിൽ. കേരളത്തിന്റെ വിജയലക്ഷ്യം 259 റൺസ്. റോബിൻ ഉത്തപ്പയ്ക്ക് അർദ്ധ സെഞ്ചുറി. സഞ്ജു V. സാംസൺ 4 റൺസിനും വിഷ്ണു വിനോദ് 28 റൺസിനും പുറത്തായി. കേരളം 22-ന് ഉത്തർപ്രദേശിനെയും 24-ന് റെയിൽവേസിനെയും നേരിടും. 26-ന് കർണാടക എതിരാളികൾ. ബീഹാറുമായുള്ള മത്സരം 28-ന്. മുൻ ഫാസ്റ്റ് ബൌളർ ചാമിന്ദ വാസ് വീണ്ടും ശ്രീലങ്കയുടെ ബൌളിംഗ് കോച്ച്. സ്ഥാനമേറ്റത് വെസ്റ്റ് ഇൻഡീസിനെതിരായ പരമ്പരയ്ക്ക് മുന്നോടിയായി. വാസ് എത്തുന്നത് ഓസ്ട്രേലിയയുടെ ഡേവിഡ് സാക്കർക്ക് പകരം. ന്യൂസ് 18 എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്ക് Malayalam.news18.com സന്ദർശിക്കും.